ഹായ് ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്പോർട്സ് ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സ്പോർട്സ്. അപ്പോൾ നമുക്ക് സ്പോർട്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ. സ്പോർട്സും ഗെയിംസും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏത് പ്രായക്കാരായിക്കോട്ടെ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്പോർട്സ് ഗെയിമിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം, അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ് ഹീറോ എന്നൊക്കെ ആരെന്നുള്ളതൊക്കെ ഒന്ന് ഒരു പാരഗ്രാഫ് ആക്കിയിട്ടൊരു നോട്ട് എഴുതണേ. നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതി പ്രിപ്പയർ ചെയ്യണം. സ്പോർട്സ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് സ്പോർട്സ്. ഇപ്പോൾ പലതരം ഗെയിംസുകൾ കേട്ടിട്ടില്ലേ, ഏഷ്യൻ ഗെയിംസ്, ക്രിക്കറ്റിൻ്റെ ടൂർണമെൻറ്റ്സ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒളിമ്പിക്സ് അല്ലേ. ഒളിമ്പിക്സിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഗെയിംസ് ഏതൊക്കെയൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് റേസിംഗ് ഉണ്ടാവും അല്ലേ, ഓട്ട മത്സരങ്ങളുണ്ടാവും, പിന്നെ സൈക്ലിംഗ് ഉണ്ടാവും, ലിഫ്റ്റ് വെയ്റ്റിംഗ് ഉണ്ടാവും, ആർച്ചറി. ഇതുപോലെ വ്യത്യസ്ത തരം പല ഗെയിംസുകൾ നമ്മൾ ഒളിമ്പിക്സിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ്മാൻ. അതുപോലെ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ പറയാറില്ലേ, എന്താണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? അതായത് ഏത് കാര്യത്തിൽ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനായിക്കോട്ടെ മെൻ്റൽ ഹെൽത്തിനായിക്കോട്ടെ നമ്മുടെ ഈ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള മൊഡ്യൂൾ 3 ആണ് നോക്കുന്നത്. മൊഡ്യൂൾ 3 എന്താണ്? മൊഡ്യൂൾ 3ൻ്റെ പേര് നോക്കിക്കേ, പേജ് നമ്പർ 63 നിന്ന് എടുത്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഫസ്റ്റിനൊരു 2 കോളം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ചില ഗെയിംസ് നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്ന റിയൽ ലൈഫ് ആക്ടിവിറ്റിയിൽ കുറച്ച് ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ അപ്പുറത്ത് എന്താണ് ഗെയിംസിൽ ഈ ഒളിമ്പിക്സ് പോലത്തെ ഗെയിംസിൽ നടത്തുന്ന ചില ഗെയിംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ റിയൽ ലൈഫ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ സ്പോർട്സ് ഈവൻസും കൂടെ ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പണിങ്ങിലൊരു ഹേവർഡ് ബ്രൗണിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, സ്പോർട്സ് ഡു നോട്ട് ബിൽഡ് ക്യാരക്ടർ, ദേ റിവീൽ ഇറ്റ് അല്ലേ. എന്താ അർത്ഥമാക്കുന്നത്? സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടർ ബിൽഡ് ഇല്ല, അതിനപ്പുറത്തോട്ട് എന്താണ് ഒരാൾ എങ്ങനെയൊക്കെയാണോ അത് ഒരാൾക്ക് അയാളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയായിട്ട്, ഒരാൾക്ക് അയാൾ എന്താണോ അത് ബാക്കിയുള്ളവരുടെ അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് ഇത്തരം പല ഗെയിംസും വരിക. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണമാണ് നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇത്തരം സ്പോർട്സ് ഗെയിംസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് തേർഡ് മൊഡ്യൂളിലോട്ട് തന്നെ വരാം. തേർഡ് മൊഡ്യൂളിൽ വരുമ്പോൾ നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരാണ് സ്പോർട്സ് മൈൽസ് അല്ലേ. ആ പേര് തന്നെ കണ്ടില്ലേ, അതിലും ഒരു ഗെയിം ഒളിച്ച് കിടക്കുന്ന പോലെ സ്പോർട്സ് ഗെയിംസ്. ആ എസ് എന്നുള്ളത് അവിടെ ഗ്യാപ്പൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ നോക്കിയ സമയത്തും ഗ്യാപ്പൊന്നും വരുന്നില്ല. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒരു എസ് അവിടെ ഇൻ ബിറ്റ്വീൻ ക്യാപിറ്റലൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് മൈൽസ് എന്ന് വായിക്കാം, സ്പോർട്സ് സ്മൈൽസ്. അപ്പോൾ ഈ ഒരു 2 മീനിങ് കൂടെ വരുന്ന ഒരു ചെറിയ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഭാഗമാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതായത് ജെസ്സി ഓവൻസിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കോർ ടെക്സ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് മൈ ഗ്രേറ്റ് ഒളിമ്പിക് പ്രൈസ്. ഈ ഒരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും സമ്മറി ആയിട്ടും ആണ് ഈ കാര്യങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയിട്ട് ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ലൈൻ ബൈ ലൈൻ അല്ല ഞാനിവിടെ പറയുന്നത്, ഒരു ഹോളായിട്ട് ഒരു ജിസ്റ്റ് പോലെ ഹോളായിട്ട് സ്റ്റോറി ഇവിടെ നറേറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ജെസ്സി ഓവൻസിനെ പരിചയപ്പെടാം. ആരാണ് ജെസ്സി ഓവൻസ്? ജെസ്സി ഓവൻസ് ഒരു അമേരിക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായിരുന്നു. അതായത് ലോങ് ജമ്പൊക്കെയായിരുന്നു മൂപ്പരുടെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം 1936
ബെർലിനിൽ ബെർലിനിൽ നടന്നിട്ടുള്ള ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് അയാൾ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ബെർലിൻ എന്താണ് ജർമ്മനിയുടെ ക്യാപിറ്റലായിരുന്നു. ജർമ്മനിയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ആ സമയത്ത് ജർമ്മനി അടക്കി ഭരിച്ചിരുന്നത് ഹിറ്റ്ലറായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർക്ക് ഒരേ ഒരു നിർബന്ധമായിരുന്നു, എന്താണ്, അപ്രാവശ്യത്തെ ഒളിമ്പിക്സ് അവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാണ്, അമേരിക്കൻ നീഗ്രോക്കാരൻ ഇയാൾ എന്ത് ചെയ്യാണ് 3000 മൈൽ അപ്പുറത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾ ജർമ്മനിയിലോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ജെസ്സി ഓവൻസ് എന്ത് ചെയ്യണം, മനസ്സിലൊരു കൂട്ടം സ്വപ്നങ്ങളുമായിട്ട് വാശിയോട് കൂടിയിട്ട് ജർമ്മനിയിൽ അല്ലെങ്കിൽ ബെർലിനിൽ 1936 1936 നടന്നിട്ടുള്ള ബെർലിനിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾ അമേരിക്കയിൽ നിന്ന് ബെർലിനിലോട്ടെത്തി. അപ്പോൾ ആളൊരു അമേരിക്കൻ നീഗ്രോ ആണ്. അപ്പോൾ ഹിറ്റ്ലറുടെയൊക്കെ നമുക്ക് സ്റ്റോറിയൊക്കെ നമുക്ക് വായിച്ചാൽ അറിയാൻ കഴിയും അല്ലേ. അത്രയും അധികം നീഗ്രോസ് അല്ലെങ്കിൽ അവരുടെ ഒരു ആര്യൻ റേസിനെ, ഒരു പ്രത്യേക വംശത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹിറ്റ്ലർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഭൂമിയിൽ ജീവിക്കാൻ അവകാശം വരെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഹിറ്റ്ലർ. നമുക്കറിയില്ല, ജൂതന്മാരുടെ സ്റ്റോറിയൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ മുന്നേ സ്കൂളിലെ ക്ലാസ്സുകളിലെല്ലാം. അപ്പോൾ ഇങ്ങനെ ആര്യൻ സുപ്രീമസിലെ ആര്യൻസ് മാത്രമാണ് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു റൈസ്, ബാക്കിയുള്ളവരെല്ലാം അതിന് താഴേക്കിടയിൽ കിടക്കേണ്ടവരാണ് എന്നുള്ള ഈ ഒരു മനോഭാവത്തിൽ നടത്തുന്ന ഒരു ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഹിറ്റ്ലറുടെ ആ ഒരു രാജ്യത്തോട്ട് ആര് വരുന്നത്, ജെസ്സി ഓവൻസ് അമേരിക്കയിൽ നിന്ന് ഒളിമ്പിക്സ് പങ്കെടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിറ്റ്ലറുടെ കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടാണ് ആൾ ബെർലിനിൽ എത്തുന്നത്. അപ്പോൾ 6 മാസത്തെ തീവ്രമായ ഒരു പരിശീലനം ആര് നടത്തിയിട്ടുണ്ടായിരുന്നു, ജെസ്സി ഓവൻസ് നടത്തിയിട്ടുണ്ട്. മെയിൻ ഉദ്ദേശം എന്താണ്, ഹിറ്റ്ലറുടെ ഇത്തരം ധാരണകളെയൊക്കെ തിരുത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള ആളുകൾക്കും കഴിവുണ്ട്, ആര്യൻസ് മാത്രമല്ല, സുപ്രീമായിട്ടുള്ള ആര്യൻസിന് മാത്രമല്ല എല്ലാ കഴിവുകളുള്ളത്, ഈവൻ ഒരു കറുത്ത വർഗ്ഗക്കാരന് വരേക്കും മെഡലും കൊണ്ട് പോവാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം തെളിയിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആര് വണ്ടി കയറിയത്, അമേരിക്കയിൽ നിന്നും ബെർലിനിലോട്ട് ആൾ കാലുകുത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം തീവ്രമായ 6 മാസത്തെ ട്രെയിനിങ്ങും പ്ലസ് എന്തും കൂടെ ഉണ്ട്. ഇദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെയധികം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് ആ ടൈമിൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് റെക്കോർഡായിട്ട് അദ്ദേഹം പറയുന്നത് 26 ഫീറ്റ് 8.25 ഇഞ്ച് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഐറ്റമിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും അധികം ദൃഢനിശ്ചയവും മെഡലും കൊണ്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു സ്വപ്നവും ഏന്തിയിട്ടാണ് ബെർലിനിൽ അദ്ദേഹം എത്തിയിട്ട് അവിടെ ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാണ്, അവർ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ തുടങ്ങും അല്ലേ. മെയിൻ ഗെയിംസ് തുടങ്ങുന്നതിന് മുന്നേ ലാൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടൈമും കൂടെ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങൾ അവർ റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ട്രയൽസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയിലാണ് ഒരിക്കൽ ഒരു ദിവസം ലെസ്ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പെർഫോമൻസ് അദ്ദേഹം കാണാൻ ഇടയാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ജെസ്സി ആകെ നെട്ടിപ്പോയി. കാരണം ജെസ്സിയുടെ പെർഫോമൻസിൻ്റെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഫീറ്റ് 8.25 ഇഞ്ചായിരുന്നു. പക്ഷേ ഇയാളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ഇയാളുടെ ഹൈറ്റ് ജമ്പിൽ അല്ലെങ്കിൽ ജമ്പിങ് വെറും 26 ഫീറ്റ്, അത്രയും ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ജെസ്സിയുടെ റെക്കോർഡ് മറികടന്നിട്ടാണ് ലോങ്ങിൻ്റെ പ്രകടനം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജെസ്സി ഓവൻസ് ആകെ ഒരു ഡിപ്രസ്ഡ് മൂഡിലായി. ഇദ്ദേഹത്തിൻ്റെ ഡിപ്രഷൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇദ്ദേഹം ഉറപ്പിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ വാരിക്കോരി കൊണ്ടുപോകാൻ എന്നുള്ളത് നിലയിൽ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രകടനം കണ്ടിട്ട് എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജെസ്സിക്കനായിരിക്കും മെഡൽ കിട്ടുക എന്നുള്ളൊരു കാര്യം ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലെസ്ലോങ് എന്നുള്ള അവിടുത്തെ ഒരു ട്രെയിനറുടെ അയാളുടെ പെർഫോമൻസ് കണ്ട് അയാൾക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ വന്നു അല്ലേ. ചില സമയത്ത് നമ്മളെക്കാൾ അധികം പെർഫോമൻസ് കാണുമ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അവിടെ കോൺഫിഡൻസ് ഇങ്ങനെ ലോ ആയിട്ട് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ
നമ്മുടെ ഭാഗം ഒന്നുകൂടി ട്രെയിൻ ചെയ്ത് ആളെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, എന്താണ്, ഹിറ്റ്ലർ ഇങ്ങനെയും ഇത്രയും നല്ല ആളുകളെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഫൈനലി പുറത്തെടുത്ത് മെഡൽസ് മൊത്തം ബെർലിന് അല്ലേ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ടൊക്കെ അദ്ദേഹത്തിനും ഹിറ്റ്ലറോടും കടുത്ത അമർഷം തോന്നുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇയാൾ ഒരു കാര്യം സ്വയം വിചാരിക്കുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ആംഗ്രി ആയിട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ആയിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മത്സരത്തെ ബാധിക്കും. ബിക്കോസ് ഒരു ആംഗ്രി അത്ലറ്റ് ഓൾവേസ് മേക്ക് മിസ്റ്റേക്സ്. അതിപ്പോൾ എല്ലാ കേസിലും അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും അമർഷം വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നേരെ പോവില്ല അല്ലേ, എല്ലാതും ഭയങ്കര ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ എന്തുള്ളൂ, നമുക്കത് നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയുള്ളൂ. അത് എന്ത് കാര്യമാവട്ടെ, എല്ലാവരുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് എന്താണ്, ഇങ്ങനെ ഉള്ള ഒരു ഫ്രസ്ട്രേറ്റഡും ഒരു ആംഗ്രി അമർഷമൊക്കെ എന്താണ് ബാക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ എതിരാളികളോടും പ്ലസ് ഹിറ്റ്ലറോടൊക്കെ വെച്ച് ഇയാൾ കളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പിറകോട്ട് പോവുക ചെയ്യും. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനൊരു പ്രതീക്ഷയായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എന്തായി, ഇവർ ട്രയൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ജെസ്സി ഓവൻസിൻ്റെ ഫസ്റ്റ് 2 ട്രയൽ എന്താണ് ഫോളായി പോവാണ്. കാരണം ആൾ നല്ല ഡിസ്റ്റർബ്ഡാണ്, ആൾക്ക് എന്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വേണ്ട പോലെ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള 6 മാസം നാട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ള പെർഫോമൻസ് എല്ലാം വേസ്റ്റായി പോകുന്നൊരവസ്ഥയിലോട്ടെത്തി. അങ്ങനെ കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചിരിക്കും തോറും അല്ലേ, ഇയാൾക്ക് പെർഫോമൻസ് ഒന്നും അല്ലെങ്കിൽ ട്രെയിനിങ് ഒന്നും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൂടെ ചിന്തിക്കും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടാണ് ആൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ താൻ എന്തൊരു മണ്ടനാണ്, ഇങ്ങനത്തെ പെർഫോമൻസിന് വേണ്ടിയിട്ട്, ഫൗൾ പെർഫോമൻസിന് വേണ്ടിയിട്ടാണോ ബെർലിനിലോട്ട് അമേരിക്കയിൽ നിന്ന് 3000 മൈൽ താണ്ടി താൻ എത്തിയെന്നൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ ഇദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടി. അപ്പോൾ ഓരോ ദിവസവും തോറുന്ന ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ലെവൽ ലോ ആയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ വളരെ അസ്വസ്ഥനായിട്ട് നാണക്കേടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ തൊട്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് കളത്തിൽ തൻ്റെ എതിരാളിയായിട്ടൊക്കെ വന്നിട്ടുള്ള ലെസ് ലോങ്ങിനെയാണ്. ലെസ് ലോങ് ഒരു ബെർലിൻ നിന്നൊരാൾ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യം ഒരു അന്താളിപ്പെല്ലാം തോന്നി ജെസ്സി ഓവൻസ്. കാരണം ജെസ്സി ഓവൻസ് അമേരിക്കയിൽ നിന്നാണെങ്കിൽ കൂടെ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇയാളുടെ ലുക്കും എടുപ്പും നല്ല തിളങ്ങുന്ന ഇളം നീല കണ്ണുകളെ കണ്ടപ്പോൾ ആൾക്ക് എന്തോ പോലെ ഒരു ഫീല് തോന്നി അല്ലേ, എന്താണ് അയാളുടെ മുന്നിൽ ചെറുതായ പോലെ തോന്നി. പക്ഷേ ആൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, ലെസ്ലോങ് വന്നിട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ജെസ്സി ഓവൻസിന് ഷേക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത് ആളുടെ കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് ലെസ്ലോങ്ങിനെ വളരെ ഒരു ഫ്രണ്ട് പോലെയാണ് ജെസ്സി ഓവൻസിന് തോന്നിയത്. കാരണം കൂടുതൽ ടിപ്സും എങ്ങനെയാണ് കളിക്കളത്തിൽ ഇറങ്ങേണ്ട രീതികൾ എന്നുള്ള ടിപ്സ് എല്ലാം ലെസ്ലോങ് ആർക്ക് കൊടുക്കേണ്ടായി, നമ്മുടെ ജെസ്സി ഓവൻസിന് കൊടുത്തു. പൊതുവെ എതിരാളികളോട് നേരിടേണ്ട മനോഭാവത്തിൻ്റെ അപ്പുറത്തോട്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ വ്യത്യസ്ത രാജ്യക്കാർ തമ്മിൽ കിടുമത്സരം നടക്കുന്നൊക്കെ ഒരു ഇവൻ്റ് അല്ലേ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും ലെസ്ലോങ് എന്തായിരുന്നു എതിരാളിയായിട്ട് കൂടെ എന്താണ് ജെസ്സി ഓവൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രിക്സും പറഞ്ഞു കൊടുത്ത്. അതായത് ഇപ്പോൾ നമ്മളൊരു ലീപ്പ് ഒരു ചാടുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് ബോഡിൻ്റെ ഇഞ്ച് ബാക്കോട്ട് മാറിയിട്ട് ചാടുക. അങ്ങനെ എങ്ങനെയാണ് ഒരു കളിയിൽ മുൻപന്തിയിൽ എത്തേണ്ടത്, ഗോൾഡ് മെഡൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും ആരെ കൊടുക്കേണ്ടായി, ലെസ്ലോങ് ജെസ്സിക്ക് കൊടുക്കേണ്ടായി. അപ്പോൾ ശരിക്കും അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി ജെസ്സി. കാരണം ഇത്രയും ദിവസം ഡിപ്രഷൻ അടിച്ച് എതിരാളിയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും മനസ്സിൽ വളർത്തിയിട്ട് എന്ത് ചെയ്യാണ്, ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അത്രയും ദിവസത്തെ പെർഫോമൻസൊക്കെ മോശമായത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരും നോക്കി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ലെസ്സി ലോങ് ഇയാളെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെസ്സിയും ലെസ്സുമായിട്ടുള്ള കൂടുതൽ സംഭാഷണങ്ങളൊക്കെ നടന്നു. അവർ
പരിചയപ്പെട്ട അന്ന് രാത്രി തന്നെ അവർ കുറേയധികം സമയം സംസാരിച്ചു. സ്പോർട്സ് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ ജെസ്സിക്ക് ഒരു കാര്യം ബോധ്യമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹിറ്റ്ലറുടെ നാട്ടുകാരനായിട്ട് കൂടി ലെസി ഹിറ്റ്ലറുടെ ആര്യൻ സുപ്രീമസിയിലൊന്നും വിശ്വസിക്കുന്നില്ല അല്ലേ. അവരുടെ ആ റേസാണ്, അവരുടെ ആ ഒരു വംശമാണ് ഏറ്റവും സുപ്പീരിയറായിട്ട് ഏറ്റവും മുൻപന്തിയിലുള്ളത്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആളുകൾ. അത്തരം വിശ്വാസങ്ങളെയൊന്നും ലെസി ഹിറ്റ്ലറുടെ നാട്ടുകാരനായിട്ട് കൂടി എന്ത് ചെയ്യുന്നില്ല, ആര്യൻ സുപ്രീമസിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിൽ ജെസ്സിക്ക് ലെസിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റാൻ വളരെയധികം സഹായിച്ചു. കാരണം മുന്നേ ഉണ്ടായിരുന്നത് ഇയാളെ ഹിറ്റ്ലർ വളർത്തിക്കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരാളാണ്, ഒളിമ്പിക്സിൻ്റെ ലാസ്റ്റ് മുമ്പിൽ പുറത്തെടുത്ത് ബെർലിന് ജർമ്മനിക്ക് മെഡൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. ഇത്തരം പല തെറ്റിദ്ധാരണകളും ആരുടെ മനസ്സിലുണ്ടായിരുന്നു, ജെസ്സിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ലെസിയുടെ ഈ തുറന്നു പറച്ചിൽ എന്താക്കി, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇവരുടെ ഈ ഒരു അവർ ഒളിമ്പിക്സിലാണെങ്കിൽ കൂടെ ജെസ്സി ഓവൻസിൻ്റെയും ലെസ്ലോങ്ങിൻ്റെയും ഈ ഫ്രണ്ട്ഷിപ്പ് കൂടെ കൂടെ വളരുകയുണ്ടായത്. അപ്പോൾ ഇത് ജെസ്സി ഓവൻസിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തു. കാരണം എങ്ങനെയൊക്കെ ഒരു നീഗ്രോ അമേരിക്കനെ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആര് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, ലെസ്ലോങ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഔട്ട് ഓഫ് ജെസ്സി ആളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാൻ ലെസ്ലോങ് വളരെയധികം ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് ലെസ്ലോങ്ങും അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡ് അദ്ദേഹം ബ്രേക്ക് ചെയ്തല്ലേ. മുന്നേ പാസ്റ്റിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ട് അദ്ദേഹം വളരെ നല്ല ചില പെർഫോമൻസുകളെല്ലാം സ്പോർട്സിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജെസ്സിക്ക് ഏറ്റവും പീക്ക് പെർഫോമൻസ്, ജെസ്സിയുടെ കഴിവിൻ്റെ ഏറ്റവും ഉന്നത നിലയിൽ പെർഫോം ചെയ്യാൻ ഈ കാര്യം ജെസ്സിയെ സഹായിച്ചു. അങ്ങനെ ഫൈനലി പെർഫോമൻസ് കഴിഞ്ഞ് ജെസ്സി ഓവൻസ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഫൈനൽ ജമ്പിൽ നല്ല പെർഫോമൻസെല്ലാം കാഴ്ചവെച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ലെസ്ലോങ് ആയിരുന്നു അല്ലേ. ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു ഒപ്പോണൻറ്റ് കൺട്രി, എതിർ രാജ്യമായിട്ടും കൂടി ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, ആദ്യം ആശംസ അറിയിക്കാൻ അവിടെ നിറമനസ്സോട് കൂടി എത്തിയിട്ടുണ്ടായിരുന്നത് ലെസ്ലോങ് ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡ് ഷേക്കെല്ലാം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹസ്താനം ചെയ്യുന്നതൊക്കെ ഗ്യാലറിയിലിരുന്നിട്ട് ഹിറ്റ്ലർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഹിറ്റ്ലർ ഒരിക്കലും ഇങ്ങനെ ബാക്കിയുള്ള അതും ഒരു നീഗ്രോനെ സപ്പോർട്ട് ചെയ്യുന്നത്, തൻ്റെ സ്വന്തം രാജ്യക്കാരൻ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും ഒരിക്കലും ഹിറ്റ്ലറുടെ കാഴ്ചപ്പാടിൽ അതൊന്നും ശരിയല്ല. ഹിറ്റ്ലർ അവരെ വായിച്ചു ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്തു, ലെസ്ലോങ് തൻ്റെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ജെസ്സി ഓവൻസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ കൂടെ കൂടെ ഈവൻ ഒളിമ്പിക്സിന് പുറത്തോട്ടും ഈ ഫ്രണ്ട്ഷിപ്പ് പതിയെ വളരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു സ്പോർട്സ് എന്നുള്ളൊരു ഈവൻറ്റിലൂടെ എങ്ങനെയാണ് രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞു ജെസ്സി ഓവൻസിൻ്റെ ഓട്ടോബയോഗ്രഫി എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജെസ്സി ഓവൻസ് കളിച്ച് മുന്നേറിയിട്ട് അദ്ദേഹത്തിന് അപ്രാവശ്യം 4 ഗോൾഡ് മെഡൽ കിട്ടുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ബെർലിനിൽ അമേരിക്കയിൽ നിന്ന് സ്വന്തം രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ നിന്ന് ഒളിമ്പിക്സ് നടന്ന ബെർലിനിലോട്ട് വന്നിട്ട് അദ്ദേഹത്തിന് 4 സ്വർണ്ണ മെഡൽ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ലോങ്ങുമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് ഏറെക്കാലം നീണ്ടു നിന്നു. രണ്ടുപേരുടെയും പ്രൊഫഷണൽ ലൈഫിലും രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫിലും വളരെയധികം ഇമ്പാക്റ്റ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുണ്ടായി. അപ്പോൾ വെറും ഒരു കളി വെറും ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്നതിന് അപ്പുറത്തോട്ട് എങ്ങനെയാണ്
ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ്റെ പേഴ്സണൽ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജെസ്സി ഓവൻസ് അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ കാണിച്ചു തരികയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഗോൾഡ് മെഡലിനേക്കാളൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് ലെസ്ലോങ് 2ാം ലോക മഹായുദ്ധത്തിൽ മരിക്കുന്നത് വരെ നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നായിരുന്നു 2ാം ലോക മഹായുദ്ധം? നമുക്കറിയാം 1939 മുതൽ 45 വരെ. അപ്പോൾ ഈ കാലയളവിൽ എപ്പോഴോ ലെസ്ലോങ് മരണപ്പെടുകയുണ്ടായി. ഈ സമയം വരേക്ക് എന്തായിട്ടുണ്ട്, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ചെയ്തത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ജെസ്സി ഓവൻസ് പറയുന്ന ലെസ്ലോങ്ങിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന ഏറ്റവും വലിയ മെയിൻ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, മോഡേൺ ഒളിമ്പിക്സിൻ്റെ ഫാദറായിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ആയിട്ടുള്ള പിയറി ഡി കോബർട്ടിനുണ്ട്. അതായത് ഫൗണ്ടർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ്, ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള പിയറി ഡി കോബർട്ടിൻ പറയുന്ന പോലെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒളിമ്പിക്സിൽ വിൻ ചെയ്യല്, മെഡൽ വാരിക്കൂട്ടുക അല്ലെങ്കിൽ എന്തെല്ലാം ഒളിമ്പിക്സിൽ മുന്നേറുക എന്നതിനേക്കാളും ഏറ്റവും പ്രാധാന്യം എന്തിനാണ്, നമ്മളെ ഗെയിമിൽ പങ്കെടുക്കുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക അല്ലേ, അതിൽ ടേക്ക് പാർട്ട് ചെയ്യുക, അതിൽ പങ്കെടുക്കുക, അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏതിനേക്കാളും നമ്മളതിൽ നിന്ന് മെഡൽ വാങ്ങുക അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ എത്തുക എന്നതിനേക്കാളും. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് ഇദ്ദേഹം ലാസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ലെസ്ലോങ്ങിലോട്ടാണ്. കാരണം എന്താണ്, എതിർ കക്ഷിയായിട്ട് കൂടെ എന്താണ് അദ്ദേഹം തന്നിട്ടുള്ള ആ സപ്പോർട്ട്, അദ്ദേഹം തന്നിട്ടുള്ള ആ ഒരു നല്ല മെൻ്റൽ സപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ലൈഫിൽ മറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇത്രയും ഭാഗമാണ് സ്റ്റോറി ഉള്ളത്, ജെസ്സി ഓവൻസിൻ്റെ സ്റ്റോറി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പോയിട്ട് പേജ് നമ്പർ 64 മുതലാണ് സ്റ്റോറി ഉള്ളത്. സ്റ്റോറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് തന്നെ വായിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ഹോൾ പേജും വായിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം. പേജ് നമ്പർ 68 ആക്ടിവിറ്റി. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി, കണ്ടില്ലേ? റീഡ് ദ സെൻറ്റൻസ് ഇൻ ദ ടെക്സ്റ്റ് ഓർ ദ ബോൾഡ് ലെറ്റേർഡ് വേർഡ് ഇൻ ദ വേർഡ് ക്ലൗഡ് ഒക്കേഴ്സ്. അപ്പോൾ അവിടെ കുറേ വേർഡ് ക്ലൗഡുകളുണ്ട് അല്ലേ, വാക്കുകളുടെ മഴമേഘങ്ങൾ എന്ന് പറയാം. വേർഡ് ക്ലൗഡ് പോലത്തെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ക്ലൗഡിനകത്ത് 4 വേർഡ്സ് വീതം കൊടുത്തിട്ടുണ്ട്. 4 വേർഡ്സിൽ ഒരു വേർഡ് മാത്രം കുറച്ച് ബോൾഡാക്കിയിട്ട് ഒന്ന് കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡിന് സമാനമായിട്ടുള്ള അതിൻ്റെ അർത്ഥം വരുന്ന ഒരു വേർഡ് മറ്റു 3 വേർഡിൽ ഒരു വേർഡാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കണ്ടെത്തുന്ന നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് നോക്കിയേ. ഫസ്റ്റ് വേർഡ് എന്താ? ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ടിൽഡ് അല്ലേ. സ്റ്റാർട്ടിൽഡിൻ്റെ മീനിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വേർഡ്സ് 3 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ? ഷോക്ക്ഡ്. സെക്കൻഡ് വണ് ഹാപ്പി, സാഡ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 വേർഡ്സിൻ്റെ മീനിങ് ആദ്യം നോക്കാം. ഫസ്റ്റ് വേർഡ് ഷോക്ക്ഡ്. ഷോക്ക്ഡ് പറഞ്ഞാൽ നെട്ടി, ഹാപ്പി സന്തോഷം, സാഡ് സങ്കടം. അപ്പോൾ സ്റ്റാർട്ടിൽഡ് മീൻസ് എന്താ? സ്റ്റാർട്ടിൽഡ് പറഞ്ഞാലും നെട്ടി തന്നെയാണ്. അപ്പോൾ ആൻസർ അവിടെ ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, ഓരോ വേർഡ്സ് എഴുതുക, അതിൻ്റെ വേർഡ് മീനിങ് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ കോപ്പി ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിൽഡ് മീൻസ് നെട്ടി കേട്ടോ. സ്റ്റാർട്ടഡ് പറഞ്ഞാൽ തുടങ്ങി. ഇവിടെ ഒരു എല്ലാ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടിൽഡ് മീൻസ് നെട്ടി, ഷോക്ക്ഡ്. നെക്സ്റ്റ് നോക്കിയേ, ഡിസ്കസ്റ്റിന് കൊടുത്തിട്ടുള്ളത് വറി, ഡിസ്ലൈക്ക്, ആങ്കർ. ഡിസ്ലൈക്ക് പറഞ്ഞാൽ ഒരു അനിഷ്ടം, ഒരു ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ വേർഡായിട്ട് വരുന്നത് എന്താ? വറി മീൻസ് ഒരു സങ്കടമാണ്, ആങ്കർ ദേഷ്യം, ഡിസ്ലൈക്ക് അല്ലേ. അപ്പോൾ ഡിസ്ലൈക്ക് തന്നെയാണ് ഡിസ്കസ്റ്റിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് മീനിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് വേർഡ് എബ്.
എബ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം ഫെയ്ഡാണ്. ഫെയ്ഡ് പറഞ്ഞാൽ ഇങ്ങനെ മങ്ങിപ്പോവുക, ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ക്ലാരിറ്റി അല്ലെ ക്ലിയർ ഇല്ലാണ്ടായി പോകുന്നത് നമ്മൾ എന്താ പറയുക, ഫെയ്ഡ് ചെയ്യുക, മങ്ങിപ്പോവുക. പിന്നെ ഗ്രോ മീൻസ് വളരുക. ഡിലേ പറഞ്ഞാലൊരു താമസം അല്ലെ, ഒരു വൈകിട്ട് വരുന്നത് നമ്മൾ എന്താ പറയാറുണ്ട്, ഡിലേ വന്നു പറയാറില്ലേ. അപ്പോൾ എബ് മീൻസ് എന്താ, എബ് മീൻസ് ഇല്ലാണ്ടായി പോവുക, ക്ഷയിച്ചു പോവുക. ഈ ഒരു മീനിങ് വരുന്ന വേർഡാണ് എബ്, ഇല്ലാണ്ടായി പോവുക, ക്ഷയിച്ചു പോവുക. അപ്പോൾ എബിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത് ഏതാണ്, ഫെയ്ഡ് അല്ലേ. ഫെയ്ഡ് മീൻസ് എന്താണ്, ഇല്ലാണ്ടാവുക, മങ്ങിപ്പോവുക, ക്ഷയിച്ചു പോവുക. ഈ ഒരു അർത്ഥം വരുന്ന വേർഡാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഗ്ലെയർ പറഞ്ഞാൽ എന്താ, തുറിച്ച് നോക്കുക. നമ്മൾ ഒരാളെങ്ങനെ കണ്ണുരുട്ടിയിട്ടൊക്കെ നോക്കിയില്ല, അതാണ് ഗ്ലെയർ, തുറിച്ച് നോക്കുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം ടിയർ മീൻസ് എന്താ, ടിയർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര്, അപ്പോൾ അതാവില്ല. ബ്രേക്ക് മീൻസ് പൊട്ടിക്കുക അല്ലേ, പൊട്ടിക്കുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ സ്റ്റെയർ എന്താ, തുറിച്ച് നോക്കുക. പിന്നെ വരുന്നത് അപ്പോൾ ഗ്ലെയർ മീൻസ് അല്ലേ, ഗ്ലെയറും സ്റ്റെയറും അതായിരിക്കും ഏറ്റവും അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്റ്റെയർ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എങ്ങനെ പറയാൻ കഴിയും, ദ മാൻ ഇൻ ദ ബസ് സ്റ്റോപ്പ് സ്റ്റെയർഡ് അറ്റ് മീ, അല്ലെങ്കിൽ ദ ക്യാറ്റ് വാസ് സ്റ്റെയറിങ് അറ്റ് ദ റാറ്റ്. ഇങ്ങനെ തുറിച്ച് നോക്കുക അല്ലേ. പൂച്ച എന്തായിരുന്നു, റാറ്റിന് തുറിച്ച് നോക്കുകയായിരുന്നു. ദ ക്യാറ്റ് വാസ് സ്റ്റെയറിങ് അറ്റ് ദ റാറ്റ്. ഇനിയിപ്പോൾ ഫെയ്ഡിന് എക്സാമ്പിളായിട്ടോ, ഫെയ്ഡ് അല്ലേ, മങ്ങിപ്പോവുക. എങ്ങനെ പറയാൻ പറ്റും, യെസ്റ്റർഡേ ഐ സോ ദ മൂൺ ഫെയ്ഡിങ് ഇൻ ദ സ്കൈ അല്ലേ. ഇന്നലെ ഞാൻ എന്ത് കണ്ടു, ആകാശത്ത് ചന്ദ്രൻ ഇങ്ങനെ ഫെയ്ഡായി പോകുന്നത് കണ്ടു. അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾസ് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത്ത് വൺ അവിടെ ബോൾഡിൽ കൊടുത്തിട്ടുള്ള വേർഡ് ഫേക്കാണ്. ഫേക്ക് എന്നുള്ളതാണ് അവിടെ ബോൾഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫേക്കിന് കൊടുത്തിട്ടുള്ള വേർഡ്സുകൾ എന്തൊക്കെയാണ്, ഒരെണ്ണം ഫാൾസ്, ഷെയ്ക്ക്, റിയൽ. ഫേക്ക് നമ്മൾ പറയാമല്ലോ ഇങ്ങനെ ഫേക്ക് ഐ ഡി, ഫേസ്ബുക്കിലെ ഫേക്ക് പറയാമല്ലോ, ഫേക്ക് ഐ ഡി അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഫേക്ക് പറഞ്ഞാൽ ശരിക്കും ഇല്ലാത്തൊരു തെറ്റായിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്, ഫാൾസ്, ഷെയ്ക്ക്, റിയൽ അല്ലേ. ഫേക്ക്, ഫാൾസ്, അപ്പോൾ അതാണ് സ്യൂട്ടബിളാണ്. ഫാൾസ് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത്, ശരിയല്ലാത്തത്. പിന്നെ ഷെയ്ക്ക് ചെയ്യാൻ എന്താ, നമ്മളിങ്ങനെ കുലുങ്ങില്ല, എന്തെങ്കിലും സാധനം വിട്ട് കുലുക്കുക, ഷെയ്ക്ക് ചെയ്യാം. ദെൻ റിയൽ മീൻസ് യാഥാർത്ഥ്യം. അപ്പോൾ ഫേക്കിന് ഇവിടെ റൈറ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഫാൾസ് തന്നെയാണ് റൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് കോൺഗർ ചെയ്യാൻ എന്താ, കോൺഗറെ കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ കീഴടക്കുക. യൂഷ്വലി രാജാക്കന്മാരൊക്കെ പറയാറുണ്ട് അവരൊരു രാജ്യം കീഴടക്കി, അല്ലെങ്കിൽ അവരൊരു ലാൻഡ് കീഴടക്കി. ആ ഒരു മീനിങ്ങാണ് കോൺഗറിന് വരുന്നത്. അപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒരെണ്ണം റേസ് അല്ലേ,